എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഡയറിയിലെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ശിലാ മ്യൂസിയമാണ് കണ്ടു നടത്തിയത്. ഇത് പത്തനംതിട്ട കൊല്ലം ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വേലിത്തമ്പി ദളവ മ്യൂസിയത്തിലാണ് കേട്ടോ. ചരിത്രം പഠിക്കുകയും അതിനോടൊക്കെ താല്പര്യം ഉള്ള ആൾക്കാർക്കും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണിത്, വേലിത്തമ്പി ദളവ മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് കാണാനെന്ന് കേട്ടാൽ, നമ്മൾ കുറച്ചു മുന്നേ പോയത് ശിലാ മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. അവിടെ ഒരുപാട് പണ്ടത്തെ അല്ലെങ്കിൽ ലോകം മുഴുക്കെ ഉള്ള ആദ്യത്തേത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തെ രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കൾ, അല്ലെങ്കിൽ ശിലയിൽ കൊത്തിയുണ്ടാക്കിയ കുറേ സ്റ്റാച്യൂസ്, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ, പണ്ടത്തെ ആയുധങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. മുൻ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വേലിത്തമ്പി ദളവയുടെ ബഹുമാനാർത്ഥം സമർപ്പിച്ചിരിക്കുന്ന ഈ മ്യൂസിയം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യയിലെ ഭരണത്തിനെതിരായി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിനു ശേഷം അദ്ദേഹം തൻ്റെ അവസാന നാളുകൾ ഈ സ്ഥലത്താണ് ചെലവഴിച്ചത്. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. നിലവിൽ വേലിത്തമ്പി ദളവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക സമുച്ചയം, അദ്ദേഹത്തിൻ്റെ പ്രതിമയുള്ള ഒരു പവിലിയൻ, ശ്രദ്ധേയമായ കുണ്ടറ പ്രഖ്യാപനം പോലുള്ള ചരിത്രരേഖകളുടെ പകർപ്പുകളുമുള്ള ഒരു മ്യൂസിയം, ഒരു ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ ഉൾക്കൊള്ളുന്നു. പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയം ദളവയുടെ വീരത്വവും പുരാണ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക പൈതൃകവും പ്രകാശിപ്പിക്കുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ഭരണാധികളുടെ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഓപ്പൺ എയർ ഗാലറി ഇവിടെയുണ്ട്. കൂടാതെ കൽബുദ്ധ പ്രതിമ, പഴക്കമുള്ള കാർഷിക ഉപകരണങ്ങൾ, പീരങ്കികൾ, പഴയ യുദ്ധ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ചരിത്ര ഭാഗങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വേലിത്തമ്പി ദളവയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രശാലയും പഴയ നാണയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഗാലറിയും ഇവിടെയുണ്ട്. കോമ്പൗണ്ടിനുള്ളിൽ സന്ദർശകർക്ക് ബ്രിട്ടീഷുകാർ തകർത്തതായി പറയപ്പെടുന്ന ഒരു ശിവക്ഷേത്രവും കാണാം. മ്യൂസിയം ഗ്രൗണ്ടിൽ മനോഹരമായ പൂന്തോട്ടവും ഒരു ലൈബ്രറിയുമുണ്ട്. ഒരുപാട് ചരിത്ര രേഖകളും അതുപോലെ തന്നെ പണ്ട് രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആയുധങ്ങളും, പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന കൃഷിക്കാരും വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര വിവരങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ വരച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഓരോ സാധനത്തിൻ്റെ അടിയിലും അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പല്ലാങ്കുഴി പലക, അതുപോലെ മൊന്ത, പിന്നെ ചാണക്കല്ല്, അതുപോലെ തൊട്ടിൽ കമ്പുകൾ, ഗോകർണം, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കീഴെ തന്നെ അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത്. ഇത് ചിത്രവധക്കൂടാണ്. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത്ര നിസ്സാരക്കാരനല്ല ഇത്. കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം, ഒരു മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്യുന്ന ആളിനെ ഇതിനകത്താക്കിയിട്ട് ഒരു പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഇതിനെ തൂക്കിയിടും. ഇതിനകത്ത് ആളെ വെച്ച് തന്നെ തൂക്കിയിടും. വെള്ളവും ആഹാരമൊന്നും കിട്ടാതെ ദിവസങ്ങളോളം അവിടെ കിടന്ന് ജീവികളുടെയും പ്രാണികളുടെയും അല്ലെങ്കിൽ പക്ഷികളുടെയും ഒക്കെ ഉപദ്രവമേറ്റ് നീറി ഇഞ്ചിഞ്ചായിട്ട് ആള് മരിക്കപ്പെടും. ഇതാണ് ചിത്രവധക്കൂട്. അതിനുശേഷം ഒരു നാണയങ്ങളുടെ കളക്ഷൻ, ഒരുപാട് നാണയങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു നാണയ ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അടുത്തത് തിരുവിതാംകൂറിലെ തന്നെ മുൻകാല തൂക്ക പട്ടികയാണ്. ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇതും നാണയങ്ങളുടെ പടങ്ങൾ വച്ചിട്ടുള്ള ഒരു ഗാലറിയാണ്.
ഒരുപാട് നാണയങ്ങൾ ഇവിടെ അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് തിരുവിതാംകൂർ നാണ്യ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഒരു ബോർഡാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ കാണുന്ന ചിത്രങ്ങൾ, ഏകദേശമുള്ള ചിത്രങ്ങളും സാറ് വരച്ചതാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ പുള്ളിയുടെ വീട്ടിലും പോയിരുന്നു. ഇവിടെയുള്ള പരിചയമാണ് നമ്മൾ ഓൾ കേരളയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട് വരെ കൊണ്ടെത്തിച്ചത്. ഇവിടെ ഇങ്ങനൊരു മ്യൂസിയം വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അണിയറയിൽ സാറൊക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ടോ. ചരിത്രത്തിൽ മണ്ണടി ക്ഷേത്രത്തിലാണെന്നാണ് ചരിത്രത്തിലൊക്കെ, പക്ഷെ വാസ്തവം അതല്ല. ഇവിടെ ചേന്നമംഗലം മഠം നിന്ന സ്ഥലമാണിത്. അദ്ദേഹം ചേന്നമംഗലം മഠത്തിൽ നിലവറയിൽ ഒളിച്ചിരുന്നു. അപ്പം ബ്രിട്ടീഷ് പട്ടാളക്കാർ അദ്ദേഹത്തെ അന്വേഷിച്ച് വന്ന് ഈ മഠം വളഞ്ഞ് ഈ അപ്പോഴേ പട്ടാളം വന്നെന്ന് അറിഞ്ഞുകൊണ്ട് നിലവറയിൽ വെച്ച് വേലുത്തമ്പി അനിയനോട് പറയുന്നു, വാഴത്ത് വെട്ടാൻ. അനിയൻ വെട്ടുന്നില്ല. പിന്നെ സ്വയം കടാര വെച്ച് കുത്തിയാണ് വേലുത്തമ്പി മരിക്കുന്നത്. അപ്പം ജീവനോടുകൂടി വേലുത്തമ്പിയെ പട്ടാളക്കാർക്ക് കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം അദ്ദേഹത്തെ ജഡം കൊണ്ടുപോയി കണ്ണമ്മൂലയിൽ തൂക്കുകയാണ് തൂക്കുകയത്. അപ്പം ചേന്നമംഗലം മഠം നിന്ന സ്ഥാനമാണിത്, നിലവറ സ്ഥാനമാണിത്. ഇവിടെ ജാനകിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ പണി കഴിപ്പിച്ചായിരുന്നു ഈ കളരി. ഒരുപാട് കാഴ്ചകൾ തന്ന ഒരു സ്ഥലമാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോഴും ഇനിയും പണി നടക്കുകയാണ്. ഒരുപാട് ലൈബ്രറി അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങൾ ഇവിടെ വന്ന് ചിലവഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം. എന്തായാലും വേലുത്തമ്പി ദളവയുടെ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.